നമുക്ക് ദൈവം തന്ന നല്ല വചനത്തിനായി ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യെശയ്യാ 38 വളരെ അനുഗ്രഹമായ ഒരു വചനം. ആ കാലത്ത് ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജാവ് മരിക്കത്തക്ക ഒരു രോഗം പിടിച്ച് ആ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ ഹിസ്കിയ പ്രവാചകൻ ഹിസ്കിയ രാജാവിന് പ്രവചിക്കുകയാണ്. എന്ത് ചെയ്യണം? നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കണം. നീ മരിച്ചു പോകും, നിനക്ക് സൗഖ്യമാക്കുകയില്ല, അതുകൊണ്ട് നീ മരിച്ചു പോകുമെന്ന് ഹിസ്കിയ പ്രവാചകനിലൂടെ ദൈവാത്മാവ് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവാത്മാവ് ഹിസ്കിയാവിനോട് സംസാരിക്കുകയാണ്. യെശയ്യാ പ്രവാചകനാണ് ഹിസ്കിയാവിനോട് ഈ ദൂത് കൈമാറുന്നത്. ഇപ്രകാരമാണ്: നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാവുകയില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ വചനം ഇപ്രകാരം പറയുന്നു: അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. തനിക്ക് വേറൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഹിസ്കിയ രാജാവിന് തൻ്റെ മുഖം നേരെ ചുവരിനോട് തിരിച്ചു വെച്ച് ദൈവത്തിൻ്റെ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ഹിസ്കിയാവ് എന്ന് പറയുന്നത് താനൊരു രോഗാവസ്ഥയിലായിരിക്കുന്നു. നമുക്കറിയാം, രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ ഒരു വിഷമഘട്ടം നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ സമയത്ത് ഒരു പ്രതികൂലമായിരിക്കുന്ന ഒരു സമയത്ത് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവാത്മാവ് സംസാരിക്കുന്നത് ഒരു സന്തോഷകരമായ ദൈവിക ദൂതായിരുന്നില്ല. അത് ഒരു സമാധാനം നൽകുന്ന ഒരു ദൂതായിരുന്നില്ല, ഒരു ആശ്വാസം നൽകുന്ന ഒരു ദൂതായിരുന്നില്ല. നേരെ മറിച്ച് പിന്നെയും നമ്മളെ മുറിവേൽപ്പിക്കുന്നൊരു ദൂതായിരുന്നു. നീ എന്തിനാ? നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കണം, നീ മരിച്ചു പോകും. ഹിസ്കിയ രാജാവിന് ആ സമയത്ത് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ദൈവസന്ധ്യ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. തൻ്റെ മുഖം നേരെ ചുവരിനോട് തിരിച്ചു വെച്ച് ദൈവസന്ധ്യ പ്രാർത്ഥിക്കുകയാണ് ഹിസ്കിയാവ്. മൂന്നാം വചനം ഇപ്രകാരം പറയുന്നു: അയ്യോ യഹോവയെ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടത്തും. നിനക്ക് പ്രസാദമായി ഉള്ളത് ചെയ്തിരിക്കുന്നു. ഹിസ്കിയ രാജാവ് എപ്രകാരമാണ് നടന്നത്? ഞാൻ ഞാൻ വിശ്വസ്തതയുള്ള വ്യക്തിയായിരുന്നു. ഹിസ്കിയാവ് ദൈവസന്ധ്യ പ്രാർത്ഥിക്കണം. ഞാൻ ദൈവസന്ധ്യയിൽ വിശ്വസ്തതയുള്ള വ്യക്തി, ഏകാഗ്ര ഹൃദയത്തോട് നടന്നൊരു വ്യക്തി. ദൈവസന്ധ്യ പ്രസാദമായുള്ള കാര്യങ്ങളാണ് ദൈവസന്ധ്യ ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് പ്രസാദകരമായ കാര്യം. നമുക്ക് കയ്യനെ ഹാബലിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, കയ്യനൊരു കൃഷിക്കാരനും ഹാബലൊരു ആട്ടിടയനുമായിരുന്നു. എന്നാൽ ഹാബലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുപോലെ ദൈവത്തിന് പ്രസാദമായുള്ള കാര്യങ്ങളാണ് ഹിസ്കിയാവ് ചെയ്തിരുന്നത്. ദൈവസന്ധ്യ പറയുകയാണ്: ഞാൻ ദൈവത്തിന് പ്രസാദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. ഞാൻ ഏകാഗ്ര ഹൃദയത്തോടിരുന്നൊരു വ്യക്തി, വിശ്വസ്തയോടെ നീ തിരുമുമ്പിൽ നടന്നു. ഞാനീ ചെയ്തത് എൻ്റെ ദൈവമേ നീ ഓർക്കണമേ എന്ന് ദൈവസന്ധ്യയിൽ പ്രാർത്ഥിക്കുകയാണ് ഹിസ്കിയ രാജാവ്. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉള്ളം നൊന്ത് മനം നൊന്ന് ദൈവസന്ധ്യ കരയുകയാണ്. തുടർന്നുള്ള വചനങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയും. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായെന്ന്. എന്നാൽ യെശയ്യാവിന് നേരിട്ട് ദൈവാത്മാവ് സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രവാചകനല്ല മറിച്ച് ദൈവം നേരിട്ട് ഹിസ്കിയാവോട് സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇപ്രകാരമാണ് പറഞ്ഞത്: നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്. എന്നാൽ യെശയ്യാവിനാണ് അരുളപ്പാടുണ്ടായത്. ഹിസ്കിയാവിനോട് പിന്നെയും പറഞ്ഞു: നീ പറയണം, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന കേട്ട് കണ്ണുനീര് കണ്ടിട്ട് അവിടെ ദൈവം എന്ത് ചെയ്തു? അവൻ്റെ ആയുസ്സിൻ്റെ 15 സംവത്സരം കൂട്ടുവാനായിട്ട് ഇടയായിത്തീരുന്നു. നമ്മളും ദൈവസന്നിധിയിൽ നമ്മുടെ എന്ത് വിഷയമായിക്കൊള്ളട്ടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പായിരിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം ഈ നാളുകളിൽ അത്ഭുതം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരാം. ഹാഗറിന് നമുക്ക് എടുക്കുമ്പോൾ കാണുവാൻ കഴിയും. ഹാഗറിൻ്റെ ജീവിതം മരുഭൂമിയുടെ അവസ്ഥ ജീവിതത്തിൽ നേരിട്ടൊരു വ്യക്തിയാണ് ഹാഗർ.